എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമേ സീരീസിൻ്റെ 31ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ഷിയ ഫാമിലി അവരുടെ അങ്ങോട്ട് മറ്റേ ഒബാപ്പ അങ്ങോട്ട് കയറി വന്നിരിക്കുവാണ്. കാരണം ഇങ്ങനെ വന്നത് മാർക്കറ്റ് അത് പിടിച്ചെടുക്കാനാണ് എന്ന് സംസാരത്തിൽ നിന്ന് മനസ്സിലാകാം. ഇപ്പം മെയിനായിട്ട് ഉള്ള ഷിയോഷാൻ ഇല്ല എന്ന് അറിഞ്ഞ് വന്നതാകണം. ഈ എൽഡേഴ്സ് അത് സമ്മതിക്കാത്ത രീതിയിലാണ് നിൽക്കുന്നത്. അയാളുടെ കൂടെ ഉള്ളത് സ്ട്രോങ് ആയവരുമാണ്. അതുപോലെ തന്നെ ലൂസിയുടെ മാസ്റ്ററും ഉണ്ട്. ലൂസി ആയിരുന്നു അവൻ്റെ പേര്. ഇതേ സമയത്ത് ഷിയോയൻ അങ്ങോട്ട് വന്നിരുന്നു. അവൻ മുൻപ് എങ്ങനെയായിരുന്നു ഇപ്പോൾ എങ്ങനെയായി മാറി എന്നതൊക്കെ കണ്ട് അവന് സങ്കടം. അതുപോലെ അകത്തോട്ട് കയറി നോക്കുമ്പോഴാണ് ഒരുപാട് പേര് മരിച്ചടക്കുന്നത്. അവരെ പോലും എടുത്തു മാറ്റാൻ പോലുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പോഴേക്കും അടുത്ത പ്രശ്നം വന്നല്ലോ. എനിക്കവിടെ ഒരു കാര്യം ചെയ്യാമോ? ഇല്ല എന്ന് ക്യൂൻ മെഡിസ, എനിക്ക് മാജിക് ഡബിൾ ഫ്രൂട്ട് എന്നൊരു ഫ്രൂട്ട് അത് വേണം, ആ പിൽസ് ഉണ്ടാക്കാൻ അതെനിക്ക് മാത്രമേ കഴിയൂ. എന്ത് വേണമെന്ന് ചെയ്യുമ്പോൾ ഇന്ന് മാത്രം ഞാൻ പറയുന്നത് കേൾക്ക്. ഇവിടെ അവര് പ്രശ്നമായി. ഷിയോയാൻ ഉണ്ട്, അവൻ വരുമെന്ന് പറയുമ്പോൾ ആ വീക്കായവനോ അവനൊക്കെ ഉള്ള സെക്റ്റ് കൊന്നെന്നാണല്ലോ കേട്ടെ. ഈ ഷിയോ ഫാമിലിയെ നമ്മളങ്ങ് എടുക്കുക, അത് നിങ്ങളെ അങ്ങ് തീർത്തിട്ടെന്ന് പറഞ്ഞ് വരുമ്പോഴാണ് സോറി ഞാൻ ലേറ്റായി എന്ന് പറഞ്ഞ് ഷിയോയൻ്റെ റൂളർ വന്നിടിച്ച് അവൻ അവിടെ നിൽക്കുന്നു. അവനെ കണ്ട് ഷിയോ ഫാമിലിക്ക് ഹാപ്പി. എന്നാൽ ഒബാപ്പ ടീംസിന് അങ്ങനെ അല്ലായിരുന്നു. അവനവിടെ വന്നെടുത്തൊരു കാര്യമൊക്കെ ചോദിക്കുമ്പോഴാണ് ഒബാപ്പ നൈസായിട്ട് നമ്മൾ ഈ വിഷയം പറഞ്ഞ് സോൾവ് ആക്കാൻ വേണ്ടി വന്നതാണ്, അല്ലാതെ വേറൊന്നുമില്ല, ഒരു ഉദ്ദേശമില്ല എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴാണ് എങ്ങോട്ടാ പോകുന്നേ ഈവൻ ഈ ഷിയ ഫാമിലിയൊക്കെ വീക്കാണ് എന്ന് പറഞ്ഞ് അറ്റാക്കിന് വന്ന്. എന്നാൽ ഒരു പവർ വന്ന് അവനെ അങ്ങ് ലോക്കാക്കി. അവനെ അതിൽ വെച്ച് നന്നായിട്ട് അറ്റാക്ക് ചെയ്ത് അവസാനം പൊട്ടിത്തെറിച്ച് കൊന്നാളന്. അതുകൊണ്ട് എല്ലാവരും തെട്ടി അങ്ങോട്ടേക്ക് ക്യൂൻ മെഡുസ വരുവാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ തൊടുന്നാടാ എന്താ പോലെ ക്യൂൻ മെഡുസ ആണെന്ന് അറിഞ്ഞ് അവരെല്ലാവരും ഒറ്റ ഓട്ടം. എന്നാൽ ഷിയോയാൻ പറഞ്ഞേക്കുന്നത് എല്ലാവരെ കൊന്നാളനേക്കാണ്. അതുകൊണ്ട് തന്നെ കൊന്നുകളഞ്ഞു. ഇനി അവരുടെ ഭാഗത്ത് നിന്ന് പ്രശ്നങ്ങളുണ്ടാക്കില്ല. ഷോക്കായി നിൽക്കുന്ന എൽഡേഴ്സിനോട് അത് വന്നത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, അവർ ഫുള്ള് മാസ്ക് ഇട്ടാണ് വന്നിരുന്നത്. അവൻ്റെ അച്ഛനെവിടെ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ പ്രയാസപ്പെടുന്നു. അപ്പോഴേക്കും അങ്ങോട്ട് ക്യൂൻ മെഡുസ വന്നിട്ടുണ്ട്. പേടിക്കണ്ട, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അച്ഛനടുത്ത് പിന്നെ ചോദിക്കുമ്പോൾ അച്ഛൻ എവിടെയായിരുന്നു അങ്ങോട്ട് ചോദിക്കുമ്പോൾ നടന്നത് എല്ലാം പറയുവാണ്. ഒരുപാട് പേര് പെട്ടെന്ന് വന്ന് ഷിയോ ഫാമിലിയെ അറ്റാക്ക് ചെയ്ത് എല്ലാവരെയും രക്ഷപ്പെടാൻ വേണ്ടി നോക്കിയെങ്കിലും അവരെല്ലാവരും വളഞ്ഞു. നമ്മളെ രക്ഷിക്കാനായിട്ട് അവൻ്റെ അച്ഛൻ ഇടയിൽ കയറിയിട്ട് ഫൈറ്റ് ചെയ്തെന്നാൽ പിടിച്ചെടുക്കാനായില്ല. നടന്നത് അത് കേട്ടിട്ട് എന്ത് ചെയ്യണമെന്നോ അതോ എന്ത് പറയണമെന്നോ അറിയാത്ത അവസ്ഥ. ക്യൂൻവേഡ് സഭ യുല്ല സെറ്റ് എന്നത് വന്നത് എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് കേട്ട് യുല്ലങ്ങാണ് എന്ന് മനസ്സിലായിട്ട് അവന് എതിരെ റിവഞ്ച് ചെയ്തത് ആണെന്ന് അവന് മനസ്സിലായി. എന്നാൽ ഒരു ജേഡ് കൊടുത്തിട്ട് ഇത് ഷിയോഷാൻ ജീവനോടുള്ള ഇതിൻ്റെ സൂചനയാണ്. ഷിയോ ഫാമിലിയിലെ ഓരോ ലീഡർ കൈമാറി വരുന്നതാണ്. ഇത് ജീവനോട് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. യുല്ലങ്ങ് നടന്നത് യുൻഷാനോട് പറയാനായിട്ട് പോകുമ്പോഴാണ് ഇടയിൽ യുൻഷ അവിടെ ഉണ്ടായിരുന്നു. ചോദിക്കുന്നു ഇത്രയും ദിവസം എവിടെയായിരുന്നെന്ന്. അപ്പോൾ പേഴ്സണൽ കാര്യം ഉണ്ടായിരുന്നു എന്ന് പറയുവാണ്. യുൻഷിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഷിയോ ഫാമിലിക്ക് വല്ല പറ്റിയ എന്ന് മാത്രം പറഞ്ഞിട്ട് അവിടുന്ന് കട്ടായിട്ട് ഷിയോ ഫാമിലിനെ കാണിക്കുന്നു. അവൻ്റെ അച്ഛനെ കൊണ്ടുപോയി അതിനുള്ള മറുപടി കൊടുക്കും എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാകും. എന്നാൽ അവരുടെ അവസ്ഥ അത് വളരെ മോശമാണ്. അതുപോലെ തന്നെ അവർക്ക് ഇനി ഇവിടെ നിൽക്കുന്നത് ഒരു ഡേഞ്ചറാണ് എന്ന് മനസ്സിലാക്കിയിട്ട് താല്പര്യം ഇല്ലെങ്കിൽ കൂടി അവൻ ആ തീരുമാനമെടുത്തു. അവർ വോട്ടാൻ സിറ്റി അത് വിടാൻ പോകുന്നു. എന്നാൽ അത് കേട്ട എല്ലാവരും ഷോക്കായി പോയി. കാരണം അവർ ഒരുപാട് നാളായിട്ട് ഇവിടെയാണ് ഉള്ളത്. പെട്ടെന്നൊരു ദിവസം ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞാൽ അതും അവൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു വെളിയിൽ കൊണ്ടെത്തിച്ച്. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് അവ ആലോചിച്ച് നോക്കുന്നു. എങ്കിലും ഷിയ ഫാമിലിയുടെ ഇതേ പ്രൗഡ് അത് നമ്മൾ എവിടെ പോയാലും അവിടെ തന്നെ കാണും എന്ന് പറയുവാണ്. അവരങ്ങനെ അത് സമ്മതിപ്പിച്ചെടുത്തു. അവർ ടാഗർ മരുഭൂമിയിലെ അവിടെ അവരുടെ ബ്രദേഴ്സ് ഉണ്ടല്ലോ അവരുടെ അടുത്തേക്കാണ് പോകാനായിട്ട് തീരുമാനിച്ചത്. അത് യുല്ല സെക്റ്റ് വീക്കായ ഒരു ഭാഗമാണ്. മെയിൻ കാരണം ഒന്ന് മരുഭൂമിയാണ്, രണ്ടാമത് ക്യൂൻ മെഡുസ ഉണ്ടായിരുന്നത് ആ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ അതിനായിട്ടുള്ള കാര്യങ്ങൾ പ്രിപ്പറേഷനൊക്കെ ചെയ്യുന്നു. അതിനു മുൻപ് കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആക്കുന്നുണ്ട് എന്ന് പറയുവാണ്. സംഭവം എല്ലാ മാർക്കറ്റും അവർ അറ്റാക്ക് ചെയ്യാനായിട്ട് പോവാണ്. അവർക്ക് വേണ്ട റിസോഴ്സ്, ഫുഡ് എല്ലാം ഒബാപ്പയുടെ എല്ലാം എടുക്കണം. അതുപോലെ തന്നെ എതിർക്കാൻ വന്ന എല്ലാവരെയും കൊന്നുകളയാണ്. ഇനി ഒരു പ്രശ്നത്തിനും ആരും വരാതിരിക്കാൻ എന്ന പോലെ ആകണം. ഒരുത്തനെ വിട്ടില്ല. അങ്ങനെ മിക്കുള്ള ഫാമിലിയുടെ മാർക്കറ്റ് പിടിച്ചെടുത്തു. ടാഗർ ഡെസേർട്ടിൽ യുൻഷാൻ സെക്റ്റിൻ്റെ ഭാഗം വീക്കാണല്ലോ. അതുകൊണ്ട് ഇനി ആ ഭാഗം തിരഞ്ഞെടുത്ത് അവരങ്ങോട്ട് വേറൊരു വശത്തോട്ട് പോവുകയാണ്. കാരണം അവരങ്ങോട്ടാണ് പോകുന്നതെന്ന് ആരും അറിയരുത്. അവർ വീട്ടാൻ സെറ്റ് വിടുന്നു എന്നത് മനസ്സിലാക്കാൻ വേണ്ടി വേറൊരു സൈഡിൽ കൂടി ആൾക്കാർ വിട്ടിട്ടുണ്ട്. ഈ പ്ലാനൊക്കെ പറയുകയും ചെയ്യുന്നതാണ്. അവർക്കെല്ലാവർക്കും ഈ പ്ലാൻ ഇഷ്ടപ്പെട്ടു. ഷിയോയാൻ അവരുടെ പുതിയ ലീഡറായിട്ട് ഏറ്റെടുത്തു. അങ്ങനെ പോകുന്നു. മനസ്സിലാണെങ്കിൽ അച്ഛാ ഇതിനുള്ള പ്രതികാരം ഞാൻ വീട്ടിരിക്കും. അവരൊന്ന് സെറ്റായിട്ട് പിന്നെ തിരിച്ച് യുൻഷാൻ യുല്ലങ് അവർക്കെതിരെയുള്ള റിവഞ്ചിന് വേണ്ടി യുല്ല സെക്റ്റിലേക്ക് പോവാണ്. ക്യൂൻ മെഡുസ അവനൊന്നും പറ്റാതെ നോക്കാം എന്ന് വാക്കും കൊടുത്തത്. വേറെ ആരും അവനെ കൊല്ലാൻ സമ്മതിക്കില്ല, ഞാനേ കൊല്ലൂ എന്ന പോലെ.
യുൻഷാൻ അവൻ സ്ട്രോങ് ആണ്, അതുപോലെ ഒരുപാട് പേരുണ്ട്. എന്നാൽ ശിവയാനാണെങ്കിൽ എനിക്ക് പോയേ പറ്റൂ. മെഡൂസ മനസ്സിലായി ഇത് സൂയിസൈഡിന് തുല്യമാണ്. എന്നിട്ടും കോൺഫിഡൻസ് ഉണ്ടല്ലോ. അവരുടെ ഔറ അത് എല്ലാവർക്കും മനസ്സിലായി. അതുപോലെ ഹൈബോട്ടങ്ങനും എല്ലാ സെറ്റിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഇവ ഇപ്പോൾ ഇതെവിടെ പോകുന്നേ, അല്ല എന്തിനാ പോകുന്നേ എന്ന് പറഞ്ഞിട്ട് പിറകെ പോവാണ്. യുള്ളങ്ങ് ഒന്നും അറിയാത്ത പോലെ സിയോയൻ അവൻ നമ്മുടെ റെപ്യൂട്ടേഷൻ കളഞ്ഞു, എന്നിട്ട് ഒന്നും ചെയ്തിരിക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ 3 ഇയർ അഗ്രിമെന്റ് അത് കഴിഞ്ഞു. മോശങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു. ആ പറഞ്ഞതെല്ലാം സത്യമാണ്. ഇനി ഒരു പ്രശ്നത്തിന് പോകരുത്. ഷിയ ഫാമിലിനെ അറ്റാക്ക് ചെയ്തത് ഞാൻ അറിഞ്ഞു. എന്നാ അപ്പോൾ തന്നെ നമ്മൾ അറ്റാക്ക് ചെയ്തതൊക്കെ സത്യമാണ്. എന്നാ 1-2 ബിൽഡിങ് മാത്രമാണ് പോയത്, ആർക്കും പരിക്ക് പറ്റിയില്ല. അതുപോലെ നമ്മളാണെന്ന് അറിയത്തുമില്ല എന്നൊക്കെ പറയുമ്പോൾ അവനത്ര മണ്ടനല്ല. അങ്ങനെ നിൽക്കുകയാണ് അവരുടെ അവറ അത് രണ്ടുപേർക്കും ഫീൽ ചെയ്ത്. കുറച്ച് കഴിയുമ്പോൾ തന്നെ സിയോയാൻ യുള്ളിങ്ങിനെ വിളിക്കുന്നതും കേൾക്കുകയാണ്. എല്ലാവരും വന്ന് നോക്കുന്നു. വന്ന് ഷോക്കായി പോയി. കാരണം അവൻ എങ്ങനെയൊക്കെയാണ് ഇവിടെ നിന്ന് പോയത്, എന്നിട്ട് തിരികെ വന്നു. യുള്ളങ്ങ് വരുമ്പോൾ എൻ്റെ അച്ഛനെ താടാ, ഇല്ലെങ്കിൽ ആരെ നിർത്താതെ നിന്നെ കൊല്ലും. അത് കേട്ട് ദേഷ്യം വന്നിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുമ്പോഴാണ് യുൻഷി നിർത്താനായിട്ട് പറഞ്ഞു വരുന്നത്. അവളെ കണ്ട് അവനൊന്ന് ഷോക്കായി, അവനെ കണ്ട് അവളൊന്ന് ഷോക്കായി. രണ്ടുപേരും പറ്റിച്ചു എന്ന് മനസ്സിലായി. അവന് പരിചയമുള്ളതുപോലെ സംസാരിക്കുമ്പോൾ അറിയാമോന്ന് ചോദിക്കണം. അതെ, എന്നാൽ അവൻ്റെ ഐഡന്റിറ്റി മറിച്ചു. ഷിയോയാൻ നീയും ഞാൻ വെയിറ്റ് ചെയ്തത് യുൻഷിയാണ്, അല്ലാതെ യുൻല സെറ്റിലെ യുൻയുനല്ല. അങ്ങനെ കുറച്ച് കാര്യം പറഞ്ഞിട്ട് യുൻഷാൻ പറയാണ്, നീ ക്യൂൻ മെഡൂസ ഉള്ളത് കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നതെന്നറിയാം, എങ്കിലും ഒരു ചാൻസ് തരാം. നീ ഇവിടെ നിന്ന് പോകും, നിന്റെ ഫാമിലിക്ക് പറ്റിയത് എന്താണോ അതിന് പകരം തരാം. അത് കേട്ട് ചിരിച്ചിട്ട് യുൻഷാൻ, നിനക്കുള്ള റെപ്യൂട്ടേഷൻ അല്ല റെസ്പെക്റ്റ് കഴിഞ്ഞു. എൻ്റെ അച്ഛനെ കൊണ്ടുപോയി ഒരുപാട് പേര് കൊന്നുകളഞ്ഞു, ഷിയ ഫാമിലിനെ തകർത്തു. എന്നിട്ടും അത് കേട്ട് ഞെട്ടിപ്പോയി യുൻഷി. എന്നിട്ടൊരു നോട്ടം. യുൻഷാൻ അതൊന്നും മൈൻഡാകാതെ നിൽക്കുമ്പോഴാണ് എനിക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ വേണം. യുൻഷി ഇത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെങ്കിൽ എൽഡർ സ്ഥാനം മാറ്റും. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്തു, എന്നാൽ ആ മലയ്ക്ക് താഴെ വീണ് കിട്ടിയില്ല. കൊള്ളാം, ഒരു ഡവ് വാങ്ങിനെ 3 ഡവ് വാങ് അടിച്ച് എന്നിട്ട് കാണാതെ പോയിരുന്നു. കൊള്ളാം, നല്ല കള്ളം പറയാൻ വരുന്നു. എൻ്റെ അച്ഛനെ തന്നില്ലെങ്കിൽ ഈ യുള്ള സെറ്റിനെ ഇന്ന് തീർക്കാം എന്ന് പറഞ്ഞിട്ട് ബോൺസിന്റെ പ്ലേം എടുക്കുമ്പോൾ യുൻഷി സോൾവ് ആക്കാൻ നോക്കി. എന്നാൽ യുൻഷൻ യുള്ളങ്ങ് കാണിച്ചത് എന്തോ കട്ടെ, ഇവൻ ഈ സെക്ട് തകർക്കുമെന്നല്ലേ പറഞ്ഞു, അതൊന്ന് കാണട്ടെ എന്ന് യുൻഷൻ. അത് കേട്ട് ഇതാണ് യഥാർത്ഥ യുൻഷാനും യുല്ല സെക്ട് എന്ന് പറഞ്ഞ ഗ്രീൻ ലോട്ടസ് ഫ്ലെയിം എടുത്തു. ഓർക്കണം, ഇത് പർപ്പിൾ ഫയർ അല്ല, 2 ഹെവൻലി ഫ്ലെയിമാണ്. മോശങ്ങിനെ കൊന്ന അതേ പവർ എഫക്റ്റീവ് ആയിരിക്കും. അത് ചെയ്യാനായിട്ട് തുടങ്ങി. വന്നുകൊണ്ടിരുന്ന അവർ 2-3 പേര് കണ്ടിട്ട് സ്പോട്ടിൽ നിന്നു. ആ ഹെവൻലി ഫ്ലെയിമിന്റെ അവർ അത് അത്രയ്ക്കും വലുതായിരുന്നു, അല്ല പവർഫുൾ ആയിരുന്നു. യുൻഷി അവൻ്റെ അച്ഛൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ നീ ആരാണ് എന്നാ വിചാരിച്ച, നിന്റെ അച്ഛനെ ഞാൻ കൊണ്ടുപോയി കൊന്നെങ്കിലോ എന്ന് ശിവയാനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറയുവാണ്. അത് കേട്ട് പിന്നെ അവൻ ദേഷ്യത്തിൽ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ യുള്ളങ്ങ് മനസ്സിലാ, അന്ന് നിന്റെ അച്ഛൻ്റെ പിറകെ പോയത് കൊണ്ട് ഷിയ ഫാമിലിയെ എനിക്ക് ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. നീ ഇന്ന് വന്നു, ഇനി ഈ ഷിയ ഫാമിലി എന്നേക്ക് മാറ്റി കോണ്ടിനെന്റിൽ നിന്ന് ഡിസപ്പറാക്കി കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുമ്പോഴാണ് അവൻ അവിടെ നിന്ന് എസ്കേപ്പായി പോകുന്നത്. പല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നു, എല്ലാത്തിനും സ്കിപ്പായി പോവാണ്. ഹെവൻലി ഫ്ലെയിമിൻ്റെ ഡ്രോപ്പ് വീണപ്പോൾ തന്നെ ഏതോ ഒരു ഡിസ്പ്ലേ ആരാ മരിച്ചു. അങ്ങനെ കുറേ നേരം ഓട്ടിക്കുന്നുണ്ട്. അവസാനം യുൻഷാൻ അവനെ നിർത്താനായിട്ട് വന്നു. എന്നാൽ ഷിയോയാൻ അതിൽ നിന്നും എസ്കേപ്പായി പോയി. സംഭവം ക്യൂൻ മെഡൂസ വന്ന് തടഞ്ഞു. അവരെ പിടിക്കാൻ നോക്കുമല്ലേ, നീ എന്തിനും ഇടപെടുന്നേ, എനിക്ക് നിന്നോട് ഭയമെന്നാണ്. അവരങ്ങനെ ഫൈറ്റ് ആയിട്ട് ഒരുങ്ങി. യുൻഷിയോട് ഷിയോയാനെ ആ ഫ്യൂഷൻ ചെയ്യുന്നത് സ്റ്റോപ്പാക്കുക, ഇല്ലെങ്കിൽ അത് ഡേഞ്ചറാണ് എന്ന് പറയുമ്പോൾ അവൾക്ക് മനസ്സിൽ ഫീലിങ്സ് ഉണ്ടല്ലോ, നീ സെക്ട് മാസ്റ്ററാണ്, എൻ്റെ ഓർഡറാണ്, എങ്കിൽ എല്ലാവരും മരിക്കും അവനത് ചെയ്യുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ മനസ്സില്ലാതെ തന്നെ പോകുന്നു. 4 പേര് പിടിക്കാൻ ഒരു ടൈമിൽ അവരെ മാറ്റിക്കൊണ്ട് യുൻഷി ഒറ്റയ്ക്ക്. ഷിയോയനോട് നിനക്ക് അറിയാം ഞാൻ അതിൻ്റെ ഉപദ്രവിക്കില്ല എന്ന്, ഇത് നിർത്ത്, നമുക്ക് സമാധാനമായിട്ട് ചോദിക്കാം എന്നൊക്കെ പറയുന്നു. എന്നാൽ യുള്ളങ്ങ് കാണിച്ചത് മറക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. യുള്ള സെറ്റുള്ളവര് നിരപരാധികളാണ്, എന്നാൽ ഷിയോയൻ എൻ്റെ ഫാമിലിയെ എങ്ങനെയായിരുന്നു എന്ന് എന്തൊക്കെ പറഞ്ഞാലും ഇതിൽ നിന്ന് മാറില്ല എന്ന് തന്നെയാണ്, എനിക്കിത് തടനേ മതിയാകൂ എന്ന് പറഞ്ഞ് വരുമ്പോൾ ഞാൻ യുള്ളങ്ങല്ല, സാധാരണ ആൾക്കാരെ കൊല്ലാൻ. പിന്നെ അവളിൽ നിന്നൊക്കെ എസ്കേപ്പായിട്ട് മാറിയിട്ട് അതുണ്ടാക്കാനായിട്ടും തുടങ്ങി. എല്ലാവരും അത് നോക്കി നിൽക്കുമ്പോൾ തന്നെ അവനത് ഉണ്ടാക്കിയെടുത്തു. അവളാണ് പിറകിൽ നിന്നും 3 പേരും കൂടെ വരുന്നത്. യുള്ളങ്ങും ബാക്കിയുള്ള എല്ലാവരും കൂടി വന്ന് യുൻഷിക്ക് ഹെൽപ്പ് ചെയ്തതാണ്. അതിൽ നിന്ന് മാറി പിന്നെ വരുന്നു, ഒരു പവർ ഉപയോഗിച്ച് കൊല്ലാനായിട്ട് വരുമായിരുന്നു. എന്ന് ഷിയോയൻ ഇതാണ്ടാ നിന്റെ അവസാനം എന്ന് പറഞ്ഞ് ആ ആംഗ്രി ബുദ്ധ ലോട്ടസ് നേരെ എറിയുവാണ്. അതുകൊണ്ട് നേരെ താഴേക്ക് പോയി. അവസാനം അത് സംഭവിച്ചു എന്ന് വിചാരിച്ച യുൻഷ വന്ന് തടഞ്ഞു. അതോടെ അത് എക്സ്പ്ലോഷനുമായി യുള്ള സെറ്റ് ഭാഗികമായിട്ട് തകരുകയും ചെയ്തു. എല്ലാവരും അത് കണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി ഷിയോയാൻ ഇപ്പോഴും ഡേഞ്ചറാണ് എന്ന് ഹൈബൊട്ടും. കാരണം യുൻഷൻ 2 പേരും അവിടെ ഉണ്ട്. യുള്ളങ്ങ് ജീവനോടെ ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. ആ ഫോഗ് അത് മാറാനായിട്ട് തുടങ്ങി. എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. യുൻഷാൻ അവനോട്
നിന്നെ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ആരും ഉള്ള സെറ്റിനെ ഇങ്ങനെ ആക്കില്ല. ഉള്ളിങ്ങനെ എടുത്ത് എറിഞ്ഞിട്ട് അവനെ ഗൂഹിയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. ജീവൻ ഉണ്ടെങ്കിൽ രക്ഷിക്കുകയും ഷിയോയാൻ യുള്ളങ് സെറ്റിനെ തകർത്തു. ഒരു എൽഡറിനെ കൊന്നു. ഇതിന് അവന്റെ ബ്ലഡ് കൊണ്ടാണ് മറുപടി കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു പവർ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നു. അപ്പോൾ ക്യൂൻമോഡൂസ് വന്ന ഒരു തടയലുണ്ട്. അതൊരു എപ്പിക് സീനാണ്. അപ്പോഴാണ് യുൻഷാൻ ക്ലോണായിട്ട് മാറുന്നത്. 3 പേരാ. ആ 3 പേർക്കും ഒരേ സ്ട്രെങ്ത് ആണ്, എങ്കിലും അത് ക്ലോൺസുമാണ്. ക്യൂൻമോഡൂസ ഒരാളുമായിട്ട് ഫൈറ്റ് അതങ്ങനെ പോകുന്നു. 2 പേര് ഷിയോയാനെ പിടിക്കാനായിട്ട് വരുന്നു. എന്താ സ്പോട്ടിൽ ഹൈബോട്ടം വന്ന് 2 പേരും തടഞ്ഞു. എന്നിട്ട് 2 പേരുമായിട്ട് ഒരുമിച്ച് ഫൈറ്റ് ചെയ്യണം. 2 ഡൗസോങ്ങിനെയാണ് ഒരു ഹുവാങ് ലെവലുള്ള ഹൈബോട്ടോങ് അഥവാ ഐസ് എംപറർ ഫൈറ്റ് ചെയ്യുന്നത്. അധികം നേരം പിടിച്ചെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. ഷിയോയാനെ പ്രൊട്ടക്ട് ചെയ്യാനെ നോക്കുന്നുണ്ട് ആ സമയത്തും. അത് കണ്ടിട്ട് ഹൈബോട്ടോങ് നിനക്ക് അവനെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഒരു ഹെവൻ ലെവൽ ടെക്നിക്ക് അത് യൂസ് ചെയ്ത് അത് ഹൈബോട്ടോങ്ങിനെ കൊണ്ട് താഴേക്ക് പോകുന്നു. നീ ഇങ്ങനെ രക്ഷപ്പെടും എന്ന് പറയുന്നുണ്ട്. ഈ സമയം 2 പേരും കൂടി ഷിയോയാന്റെ അടുത്തേക്ക് വരുന്നില്ല. 2 ക്ലോൺസും കൂടി ഒരു വിൻഡ് പവർ ഉപയോഗിച്ച് അതിൽ നല്ല പരുക്കം ശിവനെ പറ്റി തുടങ്ങി. അവന് മാറാനായിട്ട് പറ്റുന്നില്ല. അവനവിടെ മരിക്കാൻ പോവുകയാണ് എന്ന് മനസ്സിലായിട്ട് ടീച്ചർ എന്നോട് ക്ഷമിക്കും എന്ന് പറയുമ്പോഴാണ് അവന്റെ സ്പിരിച്വൽ വേൾഡിലെ മാസ്റ്ററിന്റെ വോയിസ്, നീ ഒരുപാട് ഇമ്പ്രൂവ് ആയി. ഉള്ള സെറ്റിനെ നീ ഈ രീതിയിലാക്കിയല്ലോ, എങ്കിലാണോ നീ മരിക്കാൻ പോകുന്നത്? എന്നെ വിട്ട് നീ അത് പോകാൻ നിൽക്കണോ എന്ന് പറഞ്ഞു. മാസ്റ്ററിന്റെ പവർ അത് ഷിയോയാനിലേക്ക് എന്തോ മാറ്റാൻ തുടങ്ങി. അങ്ങനെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. പുറത്താണെങ്കിൽ ആ വിൻഡ് പവർ ഉപയോഗിച്ച് വന്നത് അത് ബ്രേക്കായി. ഡൗ ആൻസിസ്റ്റർ ലെവൽ ഉപയോഗിച്ച പവറാണ് ബ്രേക്കാക്കി. ഹൈബോട്ടാണെങ്കിൽ ഈ പവർ അവസാനം അവന്റെ ഹിഡൻ പവർ എത്തി, അതെടുത്തു. ഷിയോയാന് അവന്റെ ലെവൽ ഇപ്പോൾ ഒരു ഡൗ ആൻസിസ്റ്റർ ലെവൽ എത്തി. അത് കണ്ട് എല്ലാവർക്കും ഷോക്കായി പോയി. കാരണം ഡൗ മാസ്റ്റർ 3 ലെവലുള്ള ആളാണ് 9ാമത്തെ ലെവലിൽ എത്തിയത് ഒറ്റ സെക്കൻഡിൽ. അതായത് ഷിയോയൻ എന്താണ് അവൻ ആഗ്രഹിച്ചത്, മാസ്റ്ററിനെ തിരികെ കൊണ്ടുവരാൻ. അത് അവൻ നടത്തിയെടുത്തു. മാസ്റ്റർ പിന്നും തിരികെ വന്നു. ഇപ്പൊ മാസ്റ്ററിന്റെ വോയിസ് കൂടിയായിട്ടാണ് കേൾക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് പോകണമെന്ന് വെച്ചാൽ എല്ലാ സെറ്റിന്റെ പവർ വെച്ച് പോലും എന്നെ തടയാൻ കഴിയില്ല. നിന്റെ പവർ വളരെ സ്ട്രോങ് ആണ്, എന്നാൽ എന്റെ പവേഴ്സിന്റെ അത്ര ഉണ്ടാകുമെന്നാണോ? ഇത് ലാസ്റ്റ് ലോകം നിൽക്കുമെന്നാണ്. ആ ഹിഡൻ പവറാണ് എന്ന് വിചാരിച്ചാണ് നിൽക്കുന്നത്. അതെങ്കിൽ കാണണമല്ലോ എന്ന് പറഞ്ഞ ഷിയോയൻ. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.